നമസ്കാരം. ഞങ്ങളുടെ കുട്ടികളുടെ കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. പുതിയ സർക്കാർ അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആലപ്പുഴയിലെ വിവാദപരമായ രക്ഷാപ്രവർത്തന കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനമെടുത്ത ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ വികാരനിർഭരമായ വാക്കുകളായിരുന്നു ഇത്. ഇന്നിതാ ഇടത് സർക്കാരിന്റെ കാലത്ത് ഈ അക്രമങ്ങൾക്ക് ഒത്താശ ചെയ്യുകയും കേസ് ഡയറി തിരുത്തി അന്വേഷണം അട്ടിമറിക്കാൻ നോക്കുകയും ചെയ്ത ADGP MR അജിത് കുമാർ സസ്പെൻഷനിലാകുമ്പോൾ തങ്ങളുടെ കുട്ടികളുടെ കണ്ണീരിനും രക്തത്തിനും പകരം ചോദിക്കാനുള്ള നീതിപൂർവമായ നടപടികളുടെ ആദ്യഘട്ടം ഈ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുകയാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റോഡിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ അനിൽകുമാറും സുരക്ഷാ സംഘവും നടത്തിയ നായാട്ടിനെതിരെയുള്ള വിശദമായ അന്വേഷണവും അടിയന്തര നിയമ നടപടിയുമാണ് ഇനി വരാൻ പോകുന്ന അടുത്ത ഘട്ടം. പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തന തണലിൽ രക്ഷപ്പെടാമെന്ന് കരുതിയ അക്രമികൾക്കുള്ള ആദ്യ പ്രഹരമാണ് അജിത് കുമാറിന്റെ സസ്പെൻഷൻ. പിണറായിയുടെയും ഗൺമാൻമാരുടെയും സുരക്ഷാ സംഘത്തിന്റെയും അതിക്രമം അന്വേഷിച്ച SIT അന്വേഷണ സംഘം യാദൃശികമായാണ് ADGP അജിത് കുമാറിന്റെ വഴിവിട്ട അട്ടിമറി ഇടപെടലുകൾ കണ്ടെത്തുന്നത്. ഈ വലിയ അട്ടിമറിയുടെ ചുരുളഴിച്ചത് ആരുടെയും കണ്ണു തുറപ്പിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നിർണായകമായ മൊഴിയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSPയെ ADGP അജിത് കുമാർ തിരുവനന്തപുരത്തുള്ള തന്റെ ഔദ്യോഗിക ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഉൾപ്പെടെ സുരക്ഷാ സംഘത്തിന് അനുകൂലമായി കേസ് ഡയറി വലിയ തിരുത്തലുകൾ വരുത്താൻ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നായിരുന്നു ആ ഒരു മൊഴി. ഒരു IPS ഉദ്യോഗസ്ഥൻ സ്വന്തം പദവി ദുരുപയോഗം ചെയ്ത് കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കേസ് അട്ടിമറിച്ചതിന്റെ തെളിവുകൾ ഇതോടെ കൃത്യമായി പുറത്തുവന്നു. നിയമവും നീതിയും സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഓഫീസിനെ ക്രിമിനൽ ഗൂഢാലോചനയുടെ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. അന്ന് നവകേരള സദസ്സിന്റെ പേരിൽ ക്രൂരമായി മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ പ്രധാനിയായിരുന്നു ഇന്നത്തെ MLA AD തോമസ്. അന്ന് പോലീസിന്റെയും ഗൺമാൻമാരുടെയും ഹെൽമറ്റ് കൊണ്ടുള്ള അടിയേറ്റ് തലയോട്ടി തകർന്ന രക്തത്തിൽ കുളിച്ച അതേ തോമസ് ഇന്ന് നിയമസഭയിലെ ജനപ്രതിനിധിയാണ്. ADGP അജിത് കുമാറിന്റെ സസ്പെൻഷൻ വാർത്ത പുറത്തു വന്നപ്പോൾ AD തോമസ് MLA മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ വാക്കുകൾ കേരളം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. മഴ മറന്നാലും മരം മറക്കില്ല എന്നതിന്റെ തെളിവാണ് ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ. കുറ്റം ചെയ്തവർക്കുള്ള ന്യായമായ നടപടിയാണിത്. ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ഏതൊരു പൗരനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇടത് സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ സമരങ്ങളെ ചോരയിൽ മുക്കി അടിച്ചൊതുക്കാൻ ADGP MR അജിത് കുമാറിന്റെയും P ശശിയുടെയും നേതൃത്വത്തിലുള്ള ഉന്നത സംഘമാണ് ശ്രമിച്ചത്. ആ അന്വേഷണം പോലും അട്ടിമറിക്കാമെന്ന് കരുതിയവരുടെ മുഖത്തേറ്റ അടിയാണ് ഈ ഒരു സസ്പെൻഷൻ. DGP പോയിട്ട് പോലീസ് യൂണിഫോം ഇടാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് ഈ അജിത് കുമാർ. അതെ, അന്ന് ക്രൂരമായി അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ AD തോമസ് ഇന്ന് MLA ആയി നിന്ന് ഈ വ്യവസ്ഥിതിയോട് വിളിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് പഴയ ഭരണാധികാരികൾ. ഇനി അടുത്ത അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് പിണറായി വിജയന്റെ നരാധമന്മാരായ ഗൺമാൻമാർക്കെതിരെയാണ്. ജനാധിപത്യപരമായി കറുത്ത കൊടി കാണിച്ച് പ്രതിഷേധിച്ച നിരപരാധികളായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും തെരുവിലിട്ട് ചവിട്ടുകയും ഹെൽമറ്റും വടിയും കൊണ്ട് ആക്രമിക്കുകയും ചെയ്ത ഈ ക്രിമിനലുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ നിയമവ്യവസ്ഥ നൽകണം. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തുമെന്നും അജിത് കുമാറും P ശശിയും ചേർന്ന് കേസ് തള്ളിപ്പോകാൻ സൗകര്യം ഒരുക്കുമെന്നുമാണ് പിണറായിയുടെ ശിങ്കിടികളും ഈ ഗൺമാൻമാരും വിചാരിച്ചിരുന്നത്. എന്നാൽ എത്ര നാടകങ്ങൾ കളിച്ചാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നതിന്റെ തെളിവാണ് ഈ പുതിയ അന്വേഷണ നീക്കങ്ങൾ. ഇത്രയൊക്കെ വിവാദങ്ങളിൽ പെട്ടിട്ടും പിണറായി വിജയൻ അന്നും ഇന്നും തനിക്ക് വേണ്ടി ഗുണ്ടായുസം കാണിച്ച ഈ ഗൺമാൻമാരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ED റെയ്ഡുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനകളും മറ്റും നടന്നപ്പോൾ ഈ പിണറായി വിജയന്റെ വലംകൈയായി വസതിയുടെ വീട്ടുമുറ്റത്ത് അതേ പഴയ ഗൺമാൻമാരെ വീണ്ടും കണ്ടവരുണ്ട്. നിയമത്തെ പുച്ഛിച്ച് കുറ്റവാളികളെ തോളിലേറ്റുന്ന ഈ പഴയ ശൈലിക്ക് ഇനി അധികം ആയുസില്ല. പോലീസുകാരെന്നാൽ ഭരണാധികാരികളുടെ വ്യക്തിഗത ഗുണ്ടകളല്ല എന്ന് ഇനിയെങ്കിലും സേനയിലുള്ളവർ മനസ്സിലാക്കണം. അധികാരം ശാശ്വതമാണെന്ന് കരുതി ഉന്നതരുടെ ഉത്തരവ് കേട്ട് പ്രതിഷേധക്കാരുടെ തലമണ്ട അടിച്ചു പൊളിക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് നാളെ നിയമവും സർക്കാരും മാറുമ്പോൾ നേരിടേണ്ടി വരുന്ന ഗതികേടാണ് അജിത് കുമാറിന്റെയും ഗൺമാൻമാരുടെയും ഈ ഒരു അവസ്ഥ. അന്ന് ജീവൻ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് സ്വന്തം ഗൺമാൻമാരുടെ ആക്രമണത്തെ ന്യായീകരിച്ച പിണറായി വിജയൻ ഇന്ന് ഈ ഗൺമാൻമാരെ രക്ഷിക്കാൻ പോയിട്ട് സ്വന്തം നിഴലിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ആ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണീരിന് കാലം കൊടുത്ത മറുപടി കൂടിയാണിത്.
സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ നോക്കിയവർക്കുള്ള ഏറ്റവും വലിയ പാഠമാണ് ഈ സസ്പെൻഷനും ഇനി വരാൻ പോകുന്ന അറസ്റ്റ് നടപടികളും. മഴ മറന്നാലും മരം മറക്കില്ല എന്നതുപോലെ തന്നെ നാടിനെ നടുക്കിയ ഈ നവകേരള സദസ്സ് അതിക്രമം കേരളത്തിലെ ജനങ്ങളും മറന്നിട്ടില്ല. കേസുകൾ തിരുത്താനും കേസ് ഡയറികൾ മാറ്റി എഴുതാനും ശ്രമിച്ച ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായതോടെ നീതിയുടെ പുതിയൊരു പുലരിയാണ് പിറന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അന്ന് ആക്രമണം അഴിച്ചുവിട്ട പിണറായി വിജയന്റെ ആ നരാധമന്മാരായ ഗൺമാന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ജയിലിലടയ്ക്കണം. പോലീസിനെ ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കിയവർക്കുള്ള മുന്നറിയിപ്പായി ഈ അന്വേഷണം പൂർത്തിയാകട്ടെ. കുറ്റവാളികൾക്ക് ജയിൽ തന്നെ കിട്ടട്ടെ.